Today we will discuss about changing Cartesian coordinates into polar coordinates. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ജക്കോബിനൊക്കെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ അതിനെ പോളാർ കോർഡിനേറ്റിലേക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ പോളാർ കോർഡിനേറ്റ്സ് വി ഹാവ് r and theta in the place of u and v. with x equal to r cos theta and y equal to r sin theta. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റിനെ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയും അതുപോലെ വൈ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയും ആയി മാറും. അത്ര ഒരു വ്യത്യാസമുള്ളൂ. അങ്ങനെ ആവുമ്പോൾ ജക്കോബിയൻ എന്ന് പറയുന്നത് യുവിൻ്റെയും വിൻ്റെയും സ്ഥാനത്ത് നമ്മൾ ആറും തീറ്റയും കൊടുക്കും. അപ്പോൾ ജക്കോബിയൻ ഓഫ് ആർ കോമ തീറ്റ equal to dou of x comma y divided by dou of r comma theta, which is equal to determinant of dou x by dou r, dou x by dou theta, dou y by dou r, dou y by dou theta, which is equal to dou x by dou r എന്താ, ഇതാണ് എക്സ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ആർ ഡെറിവേറ്റീവ് കണ്ട കോസ് തീറ്റ കിട്ടും. അതുപോലെ ഡോ എക്സ് ബൈ ഡോ തീറ്റ എന്താ, വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് തീറ്റേൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റയാണ്. അപ്പം മൈനസ് ആർ സൈൻ തീറ്റ കിട്ടും. ഇനി വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സൈൻ തീറ്റ കിട്ടും. വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുമ്പോൾ ആർ കോസ് തീറ്റ. ഇനി ഡിറ്റർമിനൻ്റ് എടുക്കുക. ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ ആർ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ, ആർ കോസ് സ്ക്വയർ തീറ്റ മൈനസ് ആർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പം മൈനസും മൈനസും കൂടെ പ്ലസ് ആയി ആർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സൈൻ സ്ക്വയർ തീറ്റ കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു ആറ് കോമൺ ആണ്. ആറ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താ, 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ജക്കോബിയൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 6 ആയി കിട്ടും. അപ്പോൾ ജക്കോബിയൻ ഓഫ് ആർ കൊമ തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും 6 ആയിരിക്കും. പിന്നെ നമുക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. ദെർഫോർ ഡബിൾ ഇന്റഗ്രൽ ഓഫ് ആർ എഫ് ഓഫ് എക്സ് കൊമ വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു, നമ്മൾ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സിന് പകരം ആർ കോസ് തീറ്റ, വൈക്ക് പകരം ആർ സൈൻ തീറ്റ കൊടുക്കുക. പിന്നെ ഡി എക്സ് ഡി വൈ ആ ഭാഗത്ത് നമ്മൾ മോഡ് ജക്കോബിയൻ ഓഫ് ആർ കോമ തീറ്റ ഡി ആർ ഡി തീറ്റ. നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ആ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തതുപോലെ തന്നെ അവിടെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ജക്കോബിയൻ്റെ അവിടെ മോഡ് ജക്കോബിയൻ ഓഫ് യു കോമ വി ആയിരുന്നു, ഇവിടെ മോഡ് ജക്കോബിയൻ ഓഫ് ആർ കോമ തീറ്റ പിന്നെ ഡി ആർ ഡി തീറ്റ. അപ്പൊ ഇതാണ്. ഇനി ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാം നമുക്ക്. ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് ആർ തീറ്റ ആർ കോസ് തീറ്റ കൊമ്മ ആർ സൈൻ തീറ്റ. അപ്പൊ ജക്കോബിയൻ എന്ന് പറയുന്നത് നമുക്ക് ആറാണ് കിട്ടിയത്, അതുകൊണ്ട് ആർ ഡി തീറ്റ. അപ്പൊ ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താണ്, ആർ എന്ന് പറഞ്ഞ റീജിയന്റെ പ്രീ ഇമേജ് ആണ്. വേർ എസ് ഈസ് ദ പ്രീ ഇമേജ് ഓഫ് ദ റീജിയൻ ആർ under the transformation x equal to r cos theta and y equal to r sin theta. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിനി പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് ചെയ്യാൻ എളുപ്പമെങ്കിൽ അത് വെച്ച് ചെയ്യാം, ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ് വേർ ആർ ഈസ് ദ സെമി സർക്കുലർ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എക്സ് ആക്സിസ് ആൻഡ് ദ കർവ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. പിക്ചർ നമുക്ക് വേണമെങ്കിൽ വരച്ചു നോക്കാം. നമുക്ക് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എക്സിന്റെയും വൈന്റെയും ടൈമിൽ ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈന്റെ പവറിൽ എക്സും വൈയും രണ്ടും ഉണ്ട്. അപ്പൊ നമുക്ക് അത് ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അതിനെ പോളാർ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ അതിനു മുന്നേ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പിക്ചർ വരയ്ക്കാം. സെമി സർക്കുലർ റീജിയൻ എന്ന് പറഞ്ഞത്, സെമി സർക്കുലർ റീജിയന്റെ ഇക്വേഷൻ ഇതാണ് അല്ലെ, y ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ.
എന്ന് വെച്ചാൽ രണ്ട് സ്ഥലത്തും സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും? വൈ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. എക്സ് സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഇതെന്തിന്റെ ഇക്വേഷനാണ്? 1 റേഡിയസ് ഉള്ള സർക്കിളിന്റെ ഇക്വേഷനാണ്. അപ്പോൾ 1 റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കും. സർക്കിളിന്റെ സെമി സർക്കിളേ ഉള്ളൂ. 1 റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു. അപ്പൊ ഇതാണ് y ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ കർവ്. പിന്നെ ഒരു ബൗണ്ടറി പറഞ്ഞത് എന്താണ്? എക്സ് ആക്സിസ്. അപ്പൊ ഇതാണ് ബൗണ്ടറി. അപ്പൊ ഇതിനുള്ളിലുള്ള റീജിയൻ ആണ് നമ്മുടെ റീജിയൻ. ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട റീജിയൻ. ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. പിന്നെ നമ്മൾ ഇതിനെ in Cartesian coordinates, the integral in this question is a non-elementary integral and there is no direct way to integrate e raised to x square plus y square with respect to either x or y. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സോ വൈ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ ഈ ഡബിൾ ഇന്റഗ്രലിൽ വാല്യൂറ്റ് ചെയ്യാൻ പറ്റില്ല, എക്സിന്റെയും വൈന്റെയും ടേമിലാണെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഈക്വൽ ടു r cos theta and y equal to r sin theta. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. r sin theta r cos theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. we get e raised to x square plus y square equal to e raised to x square എന്ന് വരാം r square cos square theta, y square എന്ന് പകരം r square sin square theta. r square കോമൺ ആണ്. e raised to r square cos square theta plus sin square theta എന്താണ്? 1 ആണ്. അപ്പൊ e raised to r square പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റിയപ്പോൾ e raised to x square plus y square എന്ന് പറയുന്നത് ഒറ്റ വേരിയബിൾ r മാത്രമുള്ളൊരു ഫംഗ്ഷൻ ആയിട്ട് മാറി. അതുപോലെ ഡിവൈയും ഡിഎക്സും ആൻഡ് dy dx എന്ന് പറയുന്നത് എന്താവും? dy dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r dr d theta. dy എന്ന് പറയുന്നത് r dr d theta എന്ന് വരും. അപ്പൊ ഇനി നമുക്ക് റീജിയനെ ജസ്റ്റ് അതിന്റെ ലിമിറ്റും ഒന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? Also the region of integration R is covered completely when R varies from R എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നത്? R എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് ആണ്. R എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യും? ഈ ലെങ്ത്, റേഡിയസ്. ഇതിന്റെ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇത് 1 ആണ് അല്ലെ? അപ്പൊ 0 തൊട്ട് 1 വരെയാണ് R വേരി ചെയ്യുന്നത്. ഈസ് completely covered when r varies from 0 to 1 and theta എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് എവിടെ തൊട്ട് വരിക? തീറ്റ ഇത് 0 ആണ്. തീറ്റ 0 വരുന്ന പോയിന്റ് ആണിത്. തീറ്റ 0 തൊട്ട് തീറ്റ പൈ വരെയാണ് വരികയാണ് അല്ലെ? സെമി സർക്കിൾ ആണ്. അപ്പൊ തീറ്റ തൊട്ട് 0 തൊട്ട് പൈ വരെ വേരി ചെയ്യുന്നുള്ളൂ. അപ്പൊ തീറ്റയും ആറും വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടെ വരെ നമുക്ക് കിട്ടും അല്ലെ? The region of integration R is covered completely when R varies from 0 to 1 and theta varies from 0 to pi. Just note ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം അല്ലേ? Therefore ഡബിൾ ഇന്റഗ്രൽ ഓഫ് r e raised to x square plus y square എന്ന് പറയുന്നത് ഇപ്പൊ കിട്ടിയ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ r e raised to x square plus y square dy dx which is equal to ഇന്റഗ്രൽ ഓവർ ആദ്യം തീറ്റേന്റെ ലിമിറ്റ് കൊടുക്കുക 0 to pi, അടുത്തത് r 0 to 1 e raised to x square plus y square എന്ന് പറയുന്നത് r square ആയി r dr d theta which is equal to integral 0 to pi with respect to
ആറ് നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ e⁻r² ഉണ്ട്, ആറും ഉണ്ട് അല്ലേ. നമുക്ക് അത് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to 1 e⁻r² r dr dθ. അപ്പൊ ഈ ഇൻ്റഗ്രലാണ് നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് r² നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. r² ഒരു സബ് എക്സ് കൊടുക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്താൽ 2r dr dx. ഇനി അതുപോലെ ലിമിറ്റ് 0 to 1 ആണ്. r 0 ആവുമ്പോൾ എക്സ് എന്താവും? എക്സും 0. r 1 ആവുമ്പോൾ എക്സ് 1² 1 ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to π ഇൻ്റഗ്രൽ ലിമിറ്റ് 0 to 1 തന്നെ e⁻x r dr പകരം നമുക്ക് എന്തെടുക്കാം? ഈ 2നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. dx/2 dθ അല്ലേ. ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π 1/2 e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെ 0 to 1 dθ. 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/2 ഇവിടെ പുറത്തെടുക്കാം. e⁻1 അല്ലേ. ഇൻ്റഗ്രൽ 0 to π e⁻1 എന്ന് പറഞ്ഞാൽ ഈ തന്നെ മൈനസ് e⁻0 1 അല്ല. e⁻0 എന്ന് പറഞ്ഞാൽ 1 dθ. ഇനി വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്ത e⁻1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1/2 e⁻1 തീറ്റ വരും. 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ തീറ്റ 0 to π. അപ്പോൾ തീറ്റയ്ക്ക് പൈ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 e⁻1 π മൈനസ് 0 വരും. ആ 0ക്ക് അവിടെ വാല്യൂ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? π/2 e⁻1. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 4 ഇൻ്റഗ്രൽ x ഈക്വൽ ടു y/2 to x ഈക്വൽ ടു y/2 plus 1 to x minus y/2 dx dy by applying the transformation u equal to 2x minus y/2, v equal to y/2. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനും തന്നിട്ടുണ്ട്, ഏത് ട്രാൻസ്ഫർമേഷൻ വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്നും തന്നിട്ടുണ്ട്. നമ്മൾ മുന്നേ ഒക്കെ ചെയ്ത പോലെ ഇതിന്റെ പോളാർ കോർഡിനേറ്റിലേക്ക് ഒന്നും മാറ്റുന്നില്ല, അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ട്രാൻസ്ഫർമേഷന്റെ ഇക്വേഷൻസ് ഒക്കെ ആദ്യം നോട്ട് ചെയ്യും. The given equations of transformation are u equal to 2x minus y/2 and v, the equation number 1, and v equal to y/2, equation number 2. ഇക്വേഷൻ 1ഉം 2ഉം കൂടെ സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോൾവിങ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 for x and y we get, നമ്മൾ എന്ത് ചെയ്യാം? എക്സും വൈയും കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം ഒന്ന് എക്സ് കിട്ടാനായിട്ട് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? u plus v equal to 2x minus y/2 plus y/2, which is equal to 2x minus y plus y. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വൈയും വൈയും കൂടെ ക്യാൻസൽ ആയിപ്പോയി. 2x/2 എന്ത് കിട്ടി? എക്സ്. അപ്പോൾ എക്സ് ഈക്വൽ ടു u plus v കിട്ടി. ഇനി അടുത്ത y കണ്ടുപിടിക്കാനായിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്യാം, അല്ലെ സബ്ട്രാക്ട് ചെയ്യാം. y ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ
വി മൈനസ്, അല്ലെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇതിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. യു ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ 2u പ്ലസ് വി മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2. അപ്പം അതിൽ നിന്ന് 2u ഈക്വൽ ടു, ഇത് ഓപ്പൺ ചെയ്യുക, 2 അങ്ങോട്ട് കൊണ്ടുപോയതാണ്, 2u പ്ലസ് 2v മൈനസ് വൈ എന്ന് കിട്ടും. അപ്പം അതിൽ 2uം 2uം ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് 2v മൈനസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ വൈനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ത് കിട്ടും, y ഈക്വൽ ടു 2v എന്ന് കിട്ടും. അപ്പം നമുക്ക് വൈയും കിട്ടി എക്സും കിട്ടും അല്ലേ. therefore we get x ഈക്വൽ ടു u പ്ലസ് v, y ഈക്വൽ ടു 2v. ഇനി അതുപോലെ ഡോ എക്സ് ബൈ ഡോ യും കാണണം, എല്ലാം ആ 4 വാല്യൂസും കാണണം ജക്കോബിയൻ കണ്ടുപിടിക്കാനായിട്ട്. ദെൻ ഡോ എക്സ് ബൈ ഡോ യു ഈക്വൽ ടു 1 കിട്ടും. ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു 1. ഡോ എക്സ് ബൈ ഡോ വി അതും 1. ഡോ വൈ ബൈ ഡോ യു ഇവിടെ 0 കിട്ടും, വൈൻ്റെ ടൈം ഇതിലില്ല. ഡോ വൈ ബൈ ഡോ വി എന്ത് കിട്ടും, 2. അപ്പം ഈ 4 വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് ജക്കോബിയൻ ഇവാലുവേറ്റ് ചെയ്യാം. Therefore, Jacobian of u, v equal to dou of x, y by dou of u, v, which is equal to dou x by, നമുക്ക് ആ ഇക്വേഷൻ എഴുതിയാലും മതി, ഡിറ്റർമിനന്റ് എഴുതാമെന്നില്ല. ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ വി. ഇവിടെ വാല്യൂസ് നമുക്ക് എഴുതാം. ഡോ എക്സ് ബൈ ഡോ യു എന്ന് പറയുന്നത് 1 ആണ്. ഡോ എക്സ് ബൈ ഡോ വി എന്ന് പറയുന്നതും 1 ആണ്. ഡോ വൈ ബൈ ഡോ യു എന്ന് പറയുന്നത് 0, ഇത് 2. ഇപ്പം ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്താൽ 1 ഇൻറ്റു 2, 2 മൈനസ് 0, 2 ആണ് നമുക്ക് ജക്കോബിയൻ കിട്ടിയത്. ജക്കോബിയനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇന്റഗ്രലാണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് R എന്ന് പറഞ്ഞ റീജിയൻ, അതിൻ്റെ ബൗണ്ടറീസ് നമുക്ക് കണ്ടുപിടിക്കണം. ആ ബൗണ്ടറീസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യാം. ആ റീജിയൻ ഒന്ന് സ്കെച്ച് ചെയ്യണം. അപ്പോൾ ആറിൻ്റെ ബൗണ്ടറീസ്, റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ, ഇൻ്റഗ്രൽ ലിമിറ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ദ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ ആർ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ഈസ്, വൈൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ട് എന്താണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതുപോലെ എക്സിൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ട് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ബൈ 2 പ്ലസ് 1, അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y ബൈ 2. ഇത് ഓൾറെഡി നമുക്ക് ഇന്റഗ്രലിന്റെ ലിമിറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ആർ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ഈസ്, ഇതാണ് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അപ്പോൾ ആർ എന്ന് പറയുന്ന റീജിയൻ എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അത് സ്കെച്ച് ചെയ്യാം. ആർ എന്ന് പറയുന്ന റീജിയൻ നമുക്ക് ഇതൊന്ന് സ്കെച്ച് ചെയ്യാം. XY plane 0, 1, 2, 3, 4, 1, 2, 3, 4. നമുക്ക് ഫസ്റ്റ് വരയ്ക്കേണ്ടത് ഓരോന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം, അതിനുശേഷം നമുക്ക് വരയ്ക്കാം. ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വൈൻ്റെ ബൗണ്ടറീസ് നമ്മൾ കണ്ടു, y 0 4 ആണ് അല്ലേ. ലോവർ ബൗണ്ട് 0, അപ്പർ ബൗണ്ട് 4. അപ്പോൾ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കുക. അതുപോലെ y ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കുക. y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈൻ ഇതാണ് അല്ലേ. y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈൻ ഇതാണ്. അതുപോലെ y ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ നമുക്കത് ഡോട്ടഡ് ലൈനായിട്ട് വരയ്ക്കാം. എവിടെ വരെ വേണ്ടി വരുമെന്ന് നമുക്കറിയണമല്ലോ. ജസ്റ്റ് ജക്കോബിയൻ ഒന്ന് മായ്ച്ച് കളയുമ്പോൾ y ഈക്വൽ ടു 4 എന്ന് പറയുന്നതും
y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ. അടുത്ത ബൗണ്ടറി എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു y/2 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു 2x എന്ന് കിട്ടും അല്ലെ? y ഈക്വൽ ടു 2x. അതൊന്ന് ജസ്റ്റ് വരയ്ക്കാം. എക്സ് എന്ന് പറയുന്നത് 0 ആവുമ്പം y എന്താണ്? 0 തന്നെ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഉണ്ട്. എക്സിന് 1 ആവുമ്പോൾ y എന്താണ്? 2 വരും. എക്സ് 2 ആവുമ്പോൾ y 4 വരും അല്ലേ? ഇപ്പം ഇവിടെ വരെ മതി, ഇതിനപ്പുറത്തോട്ട് വേണ്ട, അവിടെ ഒരു ബൗണ്ടറി ആണല്ലോ. അപ്പം ഈ ഒരു ലൈനാണത്. ഇനി അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു y/2 പ്ലസ് 1. അതിൽ നമുക്ക് വൈൻ്റെ ഇക്വേഷൻ ആയിട്ട് കണ്ടുപിടിക്കാം. എക്സ് മൈനസ് 1 ഈക്വൽ ടു y/2 കിട്ടും. അതിൽ നിന്ന് y ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 1 വരും അല്ലേ? എന്നുവെച്ചാൽ 2x മൈനസ് 2. അപ്പം എക്സ് 0 ആവുമ്പോൾ എന്ത് കിട്ടും? എക്സ് 0 ഇട്ട് എടുത്തു കഴിഞ്ഞാൽ y എന്ന് പറയുന്നത് -2 കിട്ടും. അപ്പം അതിവിടെ നമുക്ക് ആവശ്യം വരില്ല, കാരണം 0 ഇവിടെ ഇതാണ് ഒരു ബൗണ്ടറി അല്ലേ? അപ്പം ഇതിന് താഴോട്ടുള്ളത് നമുക്ക് ആവശ്യം വരില്ല. y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി ആയതുകൊണ്ട് അതിന് മുകളിലേക്ക് നമുക്ക് ആവശ്യം വരുള്ളൂ. ഇനി അടുത്തത് എക്സിന് വേറൊരു വാല്യൂ കൊടുക്കുക. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് 1 ആണെങ്കിൽ y എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2 മൈനസ് 2 0 കിട്ടും. എക്സ് 1 ആവുമ്പോൾ y 0. ഇതൊരു പോയിന്റ്. ഇനി അടുത്ത എക്സ് 2 ആവുമ്പോൾ 2 ഇൻറ്റു 2 4 മൈനസ് 2 കിട്ടും അല്ല? എക്സ് 2 ആവുമ്പോൾ 4 മൈനസ് 2 എന്ന് പറയുമ്പോൾ 2 കിട്ടും. എക്സ് 2 ആവുമ്പോൾ വാല്യൂ 2. ഇനി അടുത്ത എക്സ് 3 ആവുമ്പോൾ 3 ഇൻറ്റു 2 6 മൈനസ് 2 എന്ന് പറയുമ്പോൾ 4 കിട്ടും. 3 ആവുമ്പോൾ 4 കിട്ടും. അപ്പം ഇതൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു ബൗണ്ടറി ഇതാണ്. അടുത്ത ബൗണ്ടറി നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. അപ്പം ഈ 4 ബൗണ്ടറീസ് ആണുള്ളത് അല്ലേ? ഇത് y ഈക്വൽ ടു 2x മൈനസ് 2, ഇത് y ഈക്വൽ ടു 2x, y ഈക്വൽ ടു 0, y ഈക്വൽ ടു 4. അപ്പം ഇതാണ് 4 ബൗണ്ടറീസ് കിട്ടിയത്. അപ്പം നമുക്കൊരു പാരലലോഗ്രാം ആണ് നമ്മുടെ റീജിയൻ R എന്ന് പറയുന്നത്. ഈ ഒരു പാരലലോഗ്രാം ആണ് അല്ലേ? ഇത് y, ഇത് x. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്, R എന്ന് പറയുന്ന റീജിയൻ. ഇതിനെ നമുക്ക് യുവിൻ്റെയും വിൻ്റെയും ടീമിലേക്ക് നമുക്ക് മാറ്റണം. അപ്പം അത് നമുക്ക് അടുത്ത ഇതിൽ വരയ്ക്കാം. അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എഴുതാം. ആദ്യം ഒന്ന് സ്കെച്ച് ചെയ്യാം. എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. R is a parallelogram whose boundaries are the lines. ഏതൊക്കെയായിരുന്നു? y equal to 0, y equal to 4, x equal to y/2 and x equal to y/2 plus 1. That is, ഞാനിപ്പോൾ ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു ഓരോന്നിൻ്റെ, എല്ലാം yൻ്റെ ടൈമിലേക്ക് ആക്കിയിരുന്നു. That is y equal to 0, y equal to 4, y equal to 2x and y equal to 2x minus 2. ഈ 4 ബൗണ്ടറീസ് ആണ് നമ്മളിപ്പോൾ വരച്ചത്. Under the given transformation, the lines y equal to 0, y equal to 4, y equal to 2x and y equal to 2x minus 2 are transformed to lines. നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വിയും യുവും കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു? ഫസ്റ്റത്തെ വി ഈക്വൽ ടു y/2 ഉണ്ട്, അല്ല യു ഈക്വൽ ടു 2x മൈനസ് y/2 ഉണ്ട്. ഫസ്റ്റ് നമ്മൾ വി ഈക്വൽ ടു y/2 എടുക്കുകയാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു 2v കിട്ടും അല്ലേ? അപ്പോൾ y ഈക്വൽ ടു 2v. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാം. y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ത് കിട്ടും?
ഈ ട്രാൻസ്ഫോർമേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2v ഈക്വൽ ടു 0 കിട്ടും. ഇത് ഫസ്റ്റത്തെ ഇക്വേഷൻ അല്ലേ. ദാറ്റ് ഈസ് v ഈക്വൽ ടു 0. ഇനി y ഈക്വൽ ടു 4 അപ്ലൈ ചെയ്താലോ? y ഈക്വൽ ടു 4 അടുത്തതിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. y എന്ന് പറയുന്നത് 2v ആണ്. അപ്പൊ 2v ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇത് y ഈക്വൽ ടു 4 അപ്ലൈ ചെയ്തതാണ്. ദാറ്റ് ഈസ് v ഈക്വൽ ടു 4/2 എന്ന് പറയുമ്പോൾ 2 കിട്ടും. ഇനി അടുത്ത y ഈക്വൽ ടു 2x അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2v ഈക്വൽ ടു 2x. which implies 2 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ v ഈക്വൽ ടു x എന്ന് കിട്ടി. അടുത്തത് ഈ ഇക്വേഷൻ y ഈക്വൽ ടു 2x മൈനസ് 2 അപ്ലൈ ചെയ്യുക. എന്ന് വെച്ചാൽ 2v ഈക്വൽ ടു y എന്ന് പറയുന്നത് 2v ആണ് കേട്ടോ, അതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2v ഈക്വൽ ടു 2x മൈനസ് 2. 2 കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് അല്ലെങ്കിൽ v ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 എല്ലായിടത്തും നിന്ന് കട്ട് ചെയ്ത് കളയാം. v ഈക്വൽ ടു x മൈനസ് 1. അപ്പോൾ 4 ഇക്വേഷൻസ് കിട്ടി. ഈ ഓരോന്നിലും അപ്ലൈ ചെയ്തപ്പോൾ 4 ഇക്വേഷൻ കിട്ടി. ഈ ഒരു ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്തപ്പോൾ അല്ലേ. അപ്പോൾ ഇത് യു വി പ്ലെയിനിൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ റെസ്പെക്റ്റീവ്ലി ഇൻ ദ യു വി പ്ലെയിൻ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അണ്ടർ ദ ഗിവൺ ട്രാൻസ്ഫർമേഷൻ ദ ലൈൻസ് y ഈക്വൽ ടു 0, y ഈക്വൽ ടു 4, y ഈക്വൽ ടു 2x ആൻഡ് y ഈക്വൽ ടു 2x മൈനസ് 2 ആർ transformed to lines 2v equal to 0, that is v equal to 0, 2v equal to 4, that is v equal to 2, 2v equal to 2x, that is v equal to x, and 2v equal to 2x minus 2, that is v equal to x minus 1. ഇത്ര ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇത് രണ്ടും ഈ ഇക്വേഷൻ രണ്ടും ഓക്കെയാണ്. പക്ഷെ ഇതിൽ എക്സ് എന്ന് പറയുന്ന ഈ രണ്ട് ഇക്വേഷനിലും എക്സ് എന്ന് പറയുന്ന ഒരു ടേം എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എക്സിന്റെ വൈൻ്റെ ടേം ഒഴിവാക്കി മൊത്തം യുവിൻ്റെയും വിൻ്റെയും ടേമിലേക്ക് ആക്കുക വേണ്ട. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അടുത്ത ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതേതായിരുന്നു? യു ഈക്വൽ ടു 2x മൈനസ് y ബൈ 2 ആണ്. അപ്പോൾ അതിൽ എക്സിന്റെ വാല്യൂ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൊത്തത്തിൽ യുവിൻ്റെയും വിൻ്റെയും ടേമിലേക്ക് ആക്കി മാറ്റണം. അങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആദ്യം നേരിട്ട് മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം ഇവിടെ തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ എക്സിന്റെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഇതിൽ നിന്ന് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഈ വൈക്ക് പകരം ഞാൻ 2v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2u ഈക്വൽ ടു 2x മൈനസ് y എന്ന് പറയുന്നത് 2v ആണ്. 2v എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 2 എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് ഈക്വൽ ടു യു പ്ലസ് വി എന്ന് കിട്ടും അല്ലേ. എക്സ് ഈക്വൽ ടു യു പ്ലസ് വി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ എന്തായി മാറി? ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. implies v equal to u plus v കിട്ടാം. അതെന്ന് വെച്ചാൽ വി രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാലോ. വി ഈക്വൽ ടു യു പ്ലസ് വി വി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യു ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്ത ഇവിടെ അതുപോലെ എക്സിന് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു വി ഈക്വൽ ടു യു പ്ലസ് വി മൈനസ് 1. വിയും വിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. യു ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഇക്വേഷൻസ്. ഇതൊക്കെയാണ് യു ഈക്വൽ ടു 0, യു ഈക്വൽ ടു 1, വി ഈക്വൽ ടു 0, വി ഈക്വൽ ടു 2. അപ്പോൾ ഇത്രയും 4 ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ബൗണ്ടറീസ് എല്ലാം കിട്ടിയല്ലോ. ഇനി നമുക്കത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യാം. അപ്പോൾ എക്സിന്റെയും വൈന്റെയും ടേമും പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ട്രാൻസ്ഫർമേഷൻ വെച്ചിട്ട് ഒഴിവാക്കിയിട്ട് മൊത്തം യുവിന്റെയും വിന്റെയും ടേമിലേക്ക് ആക്കി മാറ്റണം. അപ്പൊ ഈ വി ഈക്വൽ ടു 0, വി ഈക്വൽ ടു 2, യു ഈക്വൽ ടു 0, യു ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കിൾ ആയിരിക്കും. നമുക്കതൊന്ന് സ്കെച്ച് ചെയ്യാം. ഇപ്പൊ യുവിന്റെയും വിന്റെയും ടേമില് എക്സിന്റെയും വൈന്റെയും ഭാഗത്ത് യുവും വിയും ആക്കി മാറ്റും. യു ആൻഡ് വി 0, 1, 1, 2.
അപ്പോൾ യു എന്ന് പറയുന്നത് ആദ്യം v ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. v ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ കിട്ടി. അടുത്ത v ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. v ഈക്വൽ ടു 2. പിന്നെ u ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ ഇതാണ്. u ഈക്വൽ ടു 0. ഇനി അടുത്ത u ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ. അപ്പം നമുക്കിവിടെ ബൗണ്ടറീസ് എല്ലാം വരുന്ന ഒരു റെക്റ്റാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റീജിയൻ എസ് എന്ന് പറയുന്ന റീജിയൻ. ഇത്രയേ ഉള്ളൂ നമ്മുടെ എസ് എന്ന് പറയുന്ന റീജിയൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ യു വി പ്ലെയിനിലേക്ക് നമ്മൾ മൊത്തത്തിൽ അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഹെൻസ് ദ ഇമേജ് ഓഫ് ആർ ഈസ് എ റെക്ടാങ്കുലർ റീജിയൻ എസ് വിത്ത് ബൗണ്ടറീസ് വി ഈക്വൽ ടു 0, വി ഈക്വൽ ടു 2, യു ഈക്വൽ ടു 0 ആൻഡ് യു ഈക്വൽ ടു 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. The region of integration S in the UV plane is completely determined by the inequalities 0 less than or equal to u less than or equal to 1 and 0 less than or equal to v less than or equal to 2. അപ്പോൾ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. Therefore integral 0 to 4 integral y by 2 to y by 2 plus 1 2x minus y by 2 dx dy equal to, ഫസ്റ്റ് ഞാൻ വിന്റെ ലിമിറ്റ് കൊടുക്കുന്നത് 0 to 2, അടുത്തത് u 0 to 1 2x minus y by 2. എന്തായിരുന്നു 2x minus y by 2 എന്ന് പറയുന്നത് u ആണ്. u dx dyക്ക് പകരം നമ്മൾ ജക്കോബിയന്റെ മോഡ് അല്ലെ, മോഡ് ജക്കോബിയൻ ഓഫ് u, v du dy. ഇത് ഇക്വേഷനിൽ തന്നിട്ടുണ്ട്. 2x minus y by 2 എന്ന് പറയുന്നത് u ആണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ജക്കോബിയൻ ഓഫ് u, v എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 1 ആയിരുന്നു കിട്ടിയത് അല്ലേ, 2 ആണ് നമുക്ക് ജക്കോബിയൻ കിട്ടിയിട്ടുള്ളത്. അപ്പം അത് നമുക്ക് പുറത്തെടുക്കാം. ബാക്കി ഇന്റഗ്രൽ 0 to 2, പിന്നെ u du ഉള്ളൂ. യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും u സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 to 1 dv. 1 ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ 1 by 2 കിട്ടും, 0 ഇട്ട് എടുത്താൽ 0. അപ്പോൾ 1 by 2 കൂടെ നമുക്ക് ഇവിടേക്ക് എടുക്കാം. 2 by 2 കിട്ടും, അത് 1 ആയി മാറി. ഇന്റഗ്രൽ 0 to 2 1 dv. 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ v 0 to 2, നമുക്ക് എന്താ ആൻസർ കിട്ടുക 2. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതേ മോഡലിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക. പിന്നെ അടുത്ത സെക്ഷനാണ് നമ്മളിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്.